ഇപ്പോൾ PC ജോർജ് നമ്മോടൊപ്പമുണ്ട്. നിങ്ങളുടെ മുൻ ചീഫ് വിപ്പ് എന്നുകൂടി പറയാം. ശ്രീ PC ജോർജ്, താങ്കൾ ആദ്യം ബിജു രമേശ് ഈ വാർത്ത ഈ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് പീപ്പിൾ ടിവിയിലൂടെ ലോകത്തെ അറിയിക്കുമ്പോൾ ആദ്യം പ്രതികരണത്തിനായി വിളിച്ച ആളാണ് താങ്കൾ, PC ജോർജ്. ആ ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞതടക്കം എനിക്ക് ഓർമ്മയുണ്ട്. മാണിസാറ് വാങ്ങിയിട്ടില്ല എന്ന് താങ്കൾ ആ ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരുടെ പേരുകൾ കൂടി പറയൂ എന്ന് മാത്രമാണ് താങ്കൾ പറഞ്ഞത്. അതിപ്പോഴും എൻ്റെ ഓർമ്മ പദത്തിൽ നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ ചോദിക്കുന്നു, വിധി മാണിക്ക് അനുകൂലമാണത്രേ തോമസ് ഉണ്ണിയാടൻ പറയുന്നു. മാനസിക രോഗികളും തലയ്ക്ക് സ്ഥിരമാകട്ടോ, പല തലയ്ക്ക് സ്ഥിരമില്ലാത്തതല്ലാതെ വേറെ ആരും വിധി ഇങ്ങനെ മാണിക്ക് അനുകൂലമാണെന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല. എനിക്കത് ചിരി വരിക. അത് ഏത് മഠേന അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ആരാ ഇത് പറഞ്ഞത്? തോമസ് ഉണ്ണിയാടനാണ് പറഞ്ഞത്. ഇപ്പോൾ ആ താങ്കളുടെ പഴയ സ്ഥാനത്തിരിക്കുന്ന ആൾ. സാറില്ല ഉണ്ണിയാടനാണോ? ഉണ്ണിയാടൻ അതിൽ കൂടുതൽ അബദ്ധം പറഞ്ഞ ഒരാളാ. പാവം ഇന്നലെ അമേരിക്കയിൽ പോകാൻ ടിക്കറ്റ് വെച്ചിരുന്ന പാവം. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു സങ്കടം. ശ്രീ പി സി ജോർജ്, താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനാവശ്യമായി സമ്മർദ്ദപ്പെടുത്തി മാണിസാറിനെ പുറത്താക്കിയാൽ താൻ അടക്കമുള്ളവർ രാജിവെക്കുമെന്ന ഭീഷണി കൂടി പരസ്യമായി തോമസ് ഉണ്ണിയാടൻ പറയുകയും ചെയ്തു. പി സി ജോർജ്, ഇനി തുടരാം. ഉമ്മൻചാണ്ടി വിളിച്ച് ഉണ്ണിയാടോ എന്ന് വിളിച്ചാൽ ആരാട്ടിക്കൊണ്ട് ഉണ്ണിയാടൻ ഉമ്മൻചാണ്ടിയുടെ കീഴെ കാണും. എന്തിനീങ്ങനെ ബെടായി ഒക്കെ അടിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്കറിയാവില്ല. എല്ലാവരെയും ഞാൻ അറിയുന്ന ആളുകളല്ലേ എല്ലാം. ഉണ്ണിയാടന് ഒരു സംശയമില്ല, മാണിയെ ഉപേക്ഷിച്ച് ഉമ്മൻചാണ്ടിയോടൊപ്പം ചേരും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കാണാൻ പോവാ. തീർച്ചയായും പി സി ജോർജ് അങ്ങനെ പറഞ്ഞെങ്കിൽ തീർച്ചയായും അത് പരിഗണിക്കേണ്ടത് തന്നെയാണ്. പറയൂ. വേറൊരു കാര്യം കേട്ടോളൂ. KM മാണി ഒറ്റപ്പെടും. മാണി ഈ കളി ഇപ്പൊ അവസാന കളി നോക്കുകയാണ് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്താൻ. ആ ഭീഷണിക്ക് വഴങ്ങുന്നില്ലെന്ന് കണ്ടാൽ യാതൊരു സംശയം വേണ്ട, ഉണ്ണിയാടനും എല്ലാം വഴങ്ങും. PJ-യുടെ നേതൃത്വത്തിൽ CF തോമസ് മന്ത്രിയാകാനുള്ള ശ്രമം നടത്തും. അത് വിജയിക്കാനാണ് സാധ്യത. സ്വാഭാവികമായി ധനകാര്യവും ശ്രീ PJ ജോസഫ് ഏറ്റെടുക്കും. ധനകാര്യവും നിയമവും ജോസഫും ഈ നമ്മുടെ വാട്ടർ അതോറിറ്റി ജോസഫിനായിരിക്കുന്ന അത് CF തോമസിനും കൊടുക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്, യാതൊരു സംശയം വേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട് ശ്രീ PC ജോർജ്, അതായത് ഈ ഘട്ടത്തിൽ ലീഗ് എതിർക്കുന്നു, RSP എതിർക്കുന്നു, കേരള കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പോലും ഇത്തരത്തിൽ പറയുന്നു, സുധീരൻ, രമേശ് ചെന്നിത്തല ഒക്കെയും ഇത്തരത്തിൽ നിലപാടെടുക്കുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി മാത്രം ഈ നിലപാടിലേക്ക് പോകാതെ മാണിസാറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ വരെ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അതെ, യാതൊരു സംശയമില്ല. മാണി ഉമ്മൻചാണ്ടി കൂട്ടുകക്ഷി കളവല്ലേ. മുക്കാക്കള്ളനും മുഴുക്കള്ളനും ചേർന്നുള്ള കച്ചവടമല്ലേ. മുക്കാക്കള്ളൻ മാണിയും മുഴുക്കള്ളൻ ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ മുക്കാക്കള്ളൻ അങ്ങ് പോയാൽ മുഴുക്കള്ളം പോകാതെ മുക്കാക്കള്ളം പോയാൽ നോക്കുവോ? അതുകൊണ്ട് മാണി ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവും. ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്, കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇപ്പം 10 മനുഷ്യர்கள் കോൺഗ്രസ് ഉള്ളത് കേരളത്തിലാ. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ മാണിക്ക് ഉമ്മൻചാണ്ടി കാശിന് വേണ്ടി കൂട്ടുനിന്ന് കൊടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോ മാന്യതയുള്ള കോൺഗ്രസുകാർക്കോ കഴിയില്ല. കോൺഗ്രസിലുള്ള 100 പേരിൽ എത്ര ഉണ്ട് കൈക്കൂലിക്കാരും അഴിമതിക്കാരും? ബഹുഭൂരിപക്ഷം ജനാധിപത്യ വിശ്വാസികളും രാജ്യസ്നേഹികളുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ഈ കച്ചവടത്തിനും ഈ ചരിത്രപ്രശ്നത്തൊന്നും കൂട്ടി നിൽക്കാൻ അവർക്ക് കഴിയില്ല. ശ്രീ പി സി ജോർജ്, അതായത് ഇപ്പോൾ ദേവസ്യ നമ്മോടൊപ്പമുണ്ട്. അതായത് ദേവസ്യ അടക്കമുള്ളവർ പറയുന്നത് ഇങ്ങനെയാണ്, കേരള കോൺഗ്രസിനെയും മാണിസാറിനെയും നശിപ്പിക്കാനായി കോൺഗ്രസിന്റെ ഭാഗത്ത് കൃത്യമായ ഗൂഢാലോചന നടക്കുന്നു. അതാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചതെന്ന്. നമുക്കിതിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ആ കാര്യങ്ങൾ ഒട്ടും അങ്ങനെ തള്ളിക്കളയാനാവുകയുമില്ല. അതായത് K ബാബുവിനെതിരെ ഒരു നീതി, മാണിസാറിനെതിരെ വേറൊരു നീതി. ക്വിക്ക് വെരിഫിക്കേഷനിൽ K ബാബു, ബിജു രമേശും ഇതുപോലെ പീപ്പിൾ ടിവിയിലൂടെ പറഞ്ഞ കാര്യമാണ് ബാബുവിനെതിരെ. പക്ഷേ അത് തള്ളി. പക്ഷേ ഈ മാണിയാകട്ടെ കുടുങ്ങി. ഇതെല്ലാം പോകട്ടെ, വിജിലൻസ് കോടതിയുടെ വിധി വന്നു. എല്ലാവരും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു ഇനി അപ്പീൽ പോകരുത്, നാണക്കേടാകും. എന്നിട്ടും അപ്പീൽ പോയി മാണിസാറിനെ ഈ കുരുക്കിലേക്ക് എത്തിച്ചു. കാര്യങ്ങളുടെ ഗതികൾ പരിശോധിക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ ആരോപണം തള്ളിക്കളയാനാകുമോ ശ്രീ PC ജോർജ്? കേരള കോൺഗ്രസ് ആരോപണം ഞാൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ്സുകാർ ഒരുമിച്ച് തീരുമാനിച്ചതാണ്. അന്ന് മാണി ദുഃഖത്തോടും വളരെ പ്രതിഷേധത്തോടു കൂടി ഇതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിൽ ഉമ്മൻചാണ്ടി ചെയ്ത പാതകമാണിതെന്നും ഉമ്മൻചാണ്ടി വിടാൻ പാടില്ലെന്നും ഞങ്ങളെല്ലാം ഒരുമിച്ച് തീരുമാനമെടുത്താണ്. പക്ഷെ അതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറ്റുകയാണെന്നും അതുകൊണ്ട് സമയം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കമ്മിറ്റിയെ കൂടെ വെച്ചെന്ന്. ആ കമ്മിറ്റി വെച്ചപ്പോ ഗവൺമെന്റ് സ്ഥാനമുള്ള ഞങ്ങൾ 3 പേർ, ഞാനും KM മണിയും PJ വസുവും മാറി നിൽക്കുക, മറ്റൊരു ഭാരവാഹിയെ CF തോമസ് ചെയർമാനായി കമ്മിറ്റി എടുക്കുക. 7 കമ്മിറ്റി എടുത്തു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് TS ജോൺസാണ്ടിലുണ്ട്. ആ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷെ അത് പുറത്തു കൊടുക്കണ്ടെന്നും സമയം വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ചാൽ മതി എന്നാണ് തീരുമാനിച്ചത്. പക്ഷെ അതെല്ലാം ഇപ്പൊ മുക്കി വെച്ചിരിക്കുകയാണ്. അത് ഉമ്മൻചാണ്ടി എന്ന് എല്ലാവർക്കും അറിയാം. അത് എന്താ സംഭവം ചോദിച്ചാൽ, ആ കേസിൽ നിങ്ങൾക്ക് അറിയേണ്ട പ്രശ്നം, ഈ നമ്മുടെ ബാർ അസോസിയേഷന്റെ വക്കീലന്മാർ കൊല്ലും ബാർ ഹോട്ടൽ അസോസിയേഷൻ, അത് തിരുത്തിക്കൊണ്ട് നമ്മൾ എല്ലാവർക്കും അബദ്ധം പറ്റുന്നുണ്ട്. ബാർ ഹോട്ടൽ അസോസിയേഷന്റെ ഭാരവാഹി ഉണ്ണി എന്നോട് പറഞ്ഞ് എനിക്കറിയാമല്ലോ, എന്തായിരുന്നത്, 15 കോടി രൂപ പിരിച്ചു. ആ 15 കോടിയിൽ 1 കോടി മാണി, 10 കോടി ഇവിടെ നമ്മളെ ബാബു ഉൾപ്പെട്ട കോൺഗ്രസ്, ബാക്കി എവിടെ പ്രശ്നമല്ലേ. അത് 1 കോടി രൂപ കൊടുക്കാനായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അടുത്ത് ചെന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത് ഹറാമായ പണമാണ് വേണ്ടെന്ന് പറഞ്ഞു വിട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നെ പുച്ഛിച്ചു. പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് മലപ്പുറത്ത് വെച്ച് ഈ മധ്യരാജാക്കന്മാർ പണമായിട്ട് എന്റെ അടുത്ത് വന്നു, ഞാൻ പണം ഹറാമാണ് മേടിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 8 മുമ്പ് പറഞ്ഞ് ശരിയാന്ന് ബോധ്യപ്പെട്ടില്ലേ. ഞാനൊരു കളവും പറയുന്നില്ല, സത്യമാണ് പറയുന്നത്. ഞാൻ പറയാം, മാണി ഗ്രൂപ്പിൽ ഒരാൾക്ക്, മാണി ഗ്രൂപ്പ് ഞങ്ങളെല്ലാം മാണിയാണ്, കേരള സെമ്മാണ്. ആ സാഹചര്യത്തിൽ ആന്റണി രാജു എപ്പോഴും പറയാറുണ്ട്, ആന്റണി രാജു മുഴുവൻ സത്യം അറിയാം, അങ്ങനെ പറയാമോന്ന് ആന്റണി രാജു ചോദിക്കുന്നത്. പറയണ്ട, മുഴുവൻ വിഴുങ്ങിക്കോ. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും കേരള കോൺഗ്രസ് ഒന്നിച്ചോ? സെക്കുലറും ജോസഫും മാണി, ഇപ്പോഴും മാണിയും ജോസഫും എന്നാ പറയുന്നത്. മാണി ഒരിക്കലും ഇതിനെ ഒന്നിപ്പിക്കല. ഞാൻ ഒന്നിപ്പിക്കാൻ നടന്നു, മാണി ഒന്നിപ്പിക്കുന്നില്ല. ഒന്നിപ്പിക്കാൻ നടന്നു എന്നുള്ളതാണ് എന്റെ തെറ്റ്. പിന്നെ മാണിയുടെ മകനെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമില്ല. മാണിയുടെ മകൻ, ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, മാണിയുടെ മകനെ മന്ത്രിയാക്കാൻ എന്ന് പറഞ്ഞ ഒരർത്ഥമില്ല. കാരണം മുഴുക്കള്ളനായി ഉമ്മൻചാണ്ടിക്ക് ചേർന്നത് മുക്കാക്കള്ളനല്ലേ പോകുന്നുള്ളൂ. മുക്കാക്കള്ളൻ പോകുമ്പോ ആടാനിനെ പിടിച്ച് മന്ത്രിയാക്കിയ ഉമ്മൻചാണ്ടിക്ക് ചേരും. ഉമ്മൻചാണ്ടി മാറുകയാണെങ്കിൽ, മനസ്സിലാക്കി, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മാറുകയാണെങ്കിൽ ആ സ്ഥാനത്തിന് മുഖ്യമന്ത്രിക്ക് ഉമ്മൻചാണ്ടി ചേർന്ന ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജോസ് കെ മാണിയാണ്. എന്താണെന്നറിയോ, അവനെ അപ്പനെ വിറ്റ കാശ് കൊണ്ടാ മകൻ നടക്കുന്നത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്തിന് യോഗ്യനായ കള്ളൻ ജോസ് കെ മാണിയെ 2 കൊല്ലം മുമ്പ് കോട്ടയത്ത് ആപ്പീസ് ഇരുന്നുകൊണ്ട് ഈ ചെറുക്കൻ പറയുക, അന്ന് ഒരാളാണല്ലോ ഞാനുമായിട്ട് പ്രശ്നം. എന്താന്നറിയാ പറഞ്ഞ് ചിരി വരും. ഇയാള് പറയാ, ഈയുടെ കൂട്ടത്തിലുള്ള ഒരു PSC ഒക്കെ പറയാ, ഉന്നതമായ സ്ഥാനത്ത് മാണി ഇവരെയൊക്കെ പ്രതീക്ഷിച്ച മാന്യന്മാര് 4 പേരിൽ നിന്ന് ചായ കുടിക്കുകയാണ്. അപ്പൊ ഇവൻ പറയുകയാണ്, ഒരു 15 കൊല്ലം കഴിയുമ്പോ ടാറ്റ ബിർള എന്ന് പറയുന്ന പോലെ ജോസ് കെ മാണി എന്ന് ഈ ലോകം മുഴുവൻ പറയണം. മനസ്സിലാക്കണം, ജനപ്രതിനിധിയാണ് ഇവൻ. പാവങ്ങളെ, പട്ടികജാതിക്കാരന്റെ, പട്ടികവർഗക്കാരന്റെ, പാവപ്പെട്ടവന്റെ ചുമട്ടുകാരന്റെ വോട്ട് മേടിച്ച് MP ആയ ഒരു പരട്ടയാണ് ഇവൻ. എന്നോട് ക്ഷമിക്കണം, ഞാൻ അവൻ പറയുന്ന എന്താ, അവന് ടാറ്റായും ബിർളയാവണമെന്ന് MP സാറും കൊണ്ട് ഒരു കിട്ടിയോ. അപ്പൊ കോടികൾ സമ്പാദിക്കണമെന്ന് അവനെ സമ്പാദിച്ചോണ്ടിരിക്കുക മാണി പോട്ടൻ. ടാറ്റയും ബിർളയും ആകാൻ പോയാൽ ഇതുപോലെ അധികാരത്തിൽ നിന്നും ടാറ്റ പറയേണ്ടി വരുമെന്ന് ബോധ്യമാകുന്ന സാഹചര്യങ്ങൾ. ശ്രീ PC ജോർജ്, ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഞാൻ താങ്കൾക്ക് കൈമാറാം. അതായത് KPCC പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, രാജി മാത്രമേ ഉള്ളൂ മാർഗം, ഉമ്മൻചാണ്ടിയും അതിന് വഴങ്ങും എന്ന ഒരു ദിശ, ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. മാണി സാറിന്റെ മുന്നിൽ, KM മാണിക്ക് മുന്നിൽ ഇനി എന്ത്? ഒപ്പം ഒരു കാര്യം കൂടി, ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സഹായകമായത് ഈ അപ്പീലാണ്. ഈ അപ്പീൽ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് പോയത്? PC ജോർജിന് പറയാം. അതായത് അപ്പീൽ പോയത് ആദ്യം ഫൈനാൻസിൽ നിന്നാണ് ഈ പ്രപ്പോസൽ പോയത്. 10 ലക്ഷം രൂപ നമ്മുടെ കബീസിലുള്ള ഫൈനാൻസ് സാങ്ഷനോട് കൂടിയാ പോയത്. ഇത് ഹോമിൽ വന്നപ്പോ ഹോമിൽ നിന്ന് ഹോമിന്റെ സെക്രട്ടറി ആയിട്ടുള്ള നളിനി നെറ്റോ IAS ഇത് ശരിയല്ലെന്നും ഇത് പോകരുതെന്നും പറഞ്ഞ് റിപ്പോർട്ട് എഴുതി മന്ത്രിക്ക് കൊടുത്തു. മന്ത്രി, ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല ഇത് ഒരു കാരണവശാലും ചെയ്തത് അപകടമാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി KM മാണി വിളിച്ചു പറഞ്ഞു യാതൊരു കാരണവശാലും പോകരുത്. അപ്പോ മാണി പറഞ്ഞു സാധ്യമല്ല, പോയേ മതിയാവൂ, കപിൽ സിബൽ വരണം. അങ്ങനെ മാണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ സംഭവം. ഇതെന്താ കാര്യം എന്നറിയാവോ? മാണിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പാലായിൽ തകർന്നടിഞ്ഞു.
മാണി പായസ വിതരണം നടത്തി എന്തോ കള്ളത്തരമുണ്ടെന്ന് ഞാൻ പറയും. കാരണം തോറ്റെടുത്ത് പായസ വിതരണമുണ്ടോ? അതായത് 23 സീറ്റ് കഴിഞ്ഞ തവണ കിട്ടിയത് ഇത്തവണ 21 അപ്പൊ ഇതിനാ പായസം വിതരണം. അപ്പൊ കടലാണ്. പക്ഷെ വിഷയം നമ്മൾ തെറ്റരുത്, ഇതിലേക്ക് തന്നെ. അതാ പറഞ്ഞത്, മാണിയുടെ പായസ വിതരണം തന്നെ കള്ളത്തരായിരുന്നു. തോറ്റെടുത്ത് പായസം വിതരണം. അപ്പൊ എന്തോ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നിച്ചു. അപ്പൊ ഈ വിധി വന്നില്ലെങ്കിലും മാണി ഇതിനകത്ത് വഴക്കുണ്ടാക്കാൻ പോവായിരുന്നു. കാരണം മാണിക്ക് ഇനി തുടരാൻ കഴിയില്ല. കാരണം മാണി തുടർന്നൊരു കാര്യമില്ല. മാണിയെ സംബന്ധിച്ചിടത്തോളം വയസ്സ് 86. ഇനിയിപ്പോ ഒരു ചെറുപ്പമുണ്ടെന്ന് പറയുന്നത് എന്താ അർത്ഥമായിരിക്കുന്നത്? ആ സാഹചര്യത്തിൽ മാണിക്ക് മകനെ കൊണ്ടുവരണം. മകനെ കൊണ്ടുവരാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യം എന്താ ഉള്ളത്? അത് ഇതേ ഉള്ളൂ. ഈ ഒരു വിധി വന്നു കഴിയുമ്പോൾ മാണി രാജിവെക്കുക, ഉമ്മൻചാണ്ടി സമ്മതിക്കണം, മാണിയുടെ പാർട്ടിക്കാരെ സമ്മതിക്കണം, ചെറുക്കനെ. അതാണ് ഉദ്ദേശം. കാരണം പലരും ഭരണം നടത്തുന്നത് ചെറുക്കനുള്ള സ്വർണ്ണക്കടക്കാട് രാജിമേടിച്ചൊക്കെ പയ്യൻ തന്നെയാന്നാ പറഞ്ഞേ. ആ നിലയ്ക്ക് മുന്നോട്ട് പോകാമെന്ന് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് സത്യം. അതായത് അപ്പൊ ഈ ഇപ്പോഴത്തെ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകണം എന്ന് തീരുമാനിച്ചത് മാണി തന്നെയാണോ? മാണിയാണ്. ഓക്കെ. പക്ഷെ ഇങ്ങനെ പരാജയപ്പെടുമെന്നും ഇത് തനിക്കെതിരെ ഇത്ര വലിയൊരു ആപ്പായി രൂപപ്പെടുമെന്നും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകില്ല. ഇത്ര രൂക്ഷമാണെന്ന് വിചാരിച്ചില്ല. കാരണം വിജിലൻസിൽ നിന്ന് സ്ട്രിക്റ്റ് നിയമം നോക്കിയാൽ വിജിലൻസ് ഡയറക്ടർക്ക് അത് വെരിഫൈ ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ. അത് തിരുവനന്തപുരം സെഷൻ കോടതിയുടെ വിധിയിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത് അപ്പീൽ പോയാൽ അത് ഹൈക്കോടതി അത് വേണ്ടാന്ന് പറയും. അത് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞു തന്നെ. മനസ്സിലായില്ല? അതൊക്കെ മാണിക്കറിയാമല്ലോ വരുമെന്ന്. കറക്റ്റാണത്. പക്ഷെ ബാക്കിയുള്ളത് ഇതുപോലെ കുളമാവുന്ന ഓർത്തില്ല. അതിനെ പറ്റി തുടരന്വേഷണം വിധി തീർന്നില്ലേ എന്ന് മാത്രമല്ല, മനസാക്ഷിക്ക് മന്ത്രിയുടെ രാജി മനസാക്ഷിക്ക് വിടുന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? മാണിക്ക് തുടരാൻ കഴിയുമോ? ഒരു രക്ഷയില്ല. രാജിവെക്കല്ല. പി സി ജോർജ്, ഈ ഘട്ടങ്ങളൊക്കെ ഇതുവരെയുള്ള വിവരങ്ങൾ താങ്കൾക്ക് അറിയാം. ഏറ്റവും പുതിയതായി ലീഗ് മാണി രാജിവെക്കണമെന്ന് ലീഗിനെ പോലെ ഒരു പ്രമുഖ UDF കക്ഷി മുമ്പോട്ട് വെക്കുന്നു. RSPയും അതിന് സമാനമായ സാഹചര്യത്തിലെത്തുന്നു. KPCC പ്രസിഡന്റും ഔദ്യോഗികമായ ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഒടുവിലെത്തുന്നത്. ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ എത്തുന്നു. KM മാണി പക്ഷേ രാജിവെക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് നിൽക്കുന്നതെന്ന് തോമസ് ഉണ്ണിയാടൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ UDF യോഗം വിളിക്കുന്നു, അവിടെ മാണി വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇനി എന്താകും UDFന്റെ മുന്നിലുള്ള പോംവഴി, ഉമ്മൻചാണ്ടിയുടെ മുന്നിലുള്ള പോംവഴി? എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, ഇനി കോൺഗ്രസിനെ കേരളത്തിൽ രക്ഷിച്ചു നിർത്തേണ്ടത് കേരളത്തിലെ ജനാധിപത്യ സംരക്ഷണത്തിന് ആവശ്യമാണെന്ന് കരുതിയാളാ ഞാൻ. അതിന് കാരണം ഇപ്പോ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണ് ഫൈനലിൽ നിൽക്കുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. ലൂസേഴ്സ് ഫൈനലാണ് ഇപ്പൊ നടക്കുന്നത്. ആ ലൂസേഴ്സ് ഫൈനലിൽ രണ്ടാമത് ആര് വരണം? ആ മത്സരത്തിൽ BJP വരണോ കോൺഗ്രസ് മുന്നിൽ വരണോ? അതാണ് ഇവിടുത്തെ തർക്ക പ്രശ്നം. കോൺഗ്രസ് മുന്നിൽ വരണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണം. തെരഞ്ഞെടുപ്പിന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം മാറിക്കൊണ്ട് മാന്യമായ ഒരു നേതൃത്വം കോൺഗ്രസ് കൊടുത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങല്ലാതെ മറ്റു മാർഗമില്ല. അപ്പൊ ഉമ്മൻചാണ്ടി മൊത്തം രാജിവെച്ച് വിദ്യ എന്നുള്ള, അതായത് അങ്ങനെ ഒരു നേതൃമാറ്റ ആവശ്യത്തിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ പോകാൻ സാധ്യതയുണ്ടോ? പോകേണ്ടി വരും. യാതൊരു സംശയമില്ല, പോകേണ്ടി വരും. ഞാൻ നടക്കാതിരുന്നിട്ടില്ല, ഇതും വരും. എഴുതിയിട്ടോ? തീർച്ചയായും. വളരെ നന്ദി PC ജോർജ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കാര്യങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. UDF കേന്ദ്രങ്ങൾ ആന്തരിക വൈരുദ്ധ്യത്തിൽ തന്നെ ആടി ഉലയുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾക്കാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. രാജിവെക്കാൻ താൻ തയ്യാറല്ലെന്ന് വിധിപ്പകർപ്പുകളെ വളച്ചൊടിച്ച് കേരള കോൺഗ്രസ് പറയുമ്പോൾ, മാണി പറയുമ്പോൾ, തോമസ് ഉണ്ണിയാടനിലൂടെ മാണി പറയുമ്പോൾ ശക്തമായ പ്രതിരോധമാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ രൂപപ്പെടുന്നത്. കേരള കോൺഗ്രസിൽ തന്നെ ജോസഫിൻ്റെ നേതൃത്വത്തിൽ CF തോമസ് അടക്കം മാണി വിശ്വസൻ ഇങ്ങോട്ടേക്കെത്തി, ജോസഫ് വിഭാഗത്തിലേക്കെത്തി. ശക്തമായ പടനീക്കം മാണിക്ക് എതിരെ ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിലാണ് UDFൽ ലീഗും RSPയും മാണി രാജിവെക്കണമെന്ന ആവശ്യവുമായി ഉമ്മൻചാണ്ടിയുടെ മുന്നിലേക്ക് എത്തുന്നത്. KPCC പ്രസിഡന്റും ഹൈക്കമാൻഡിനെ ഉദ്ധരിച്ച് ഇത്തരത്തിൽ നിലപാടുകളുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്കെത്തുന്നു. കാര്യങ്ങൾ വഷളാകുന്നു. പക്ഷേ അപ്പോഴും മാണി രാജിവെക്കാൻ തയ്യാറല്ല എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോഴും ലഭിക്കുന്നത്.